ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ നയന ആദർശിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ നയനയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നയന ഇല്ലാതെ ഈ വീടെല്ലാം ഉറങ്ങിപ്പോയതുപോലെ, മാത്രമല്ല ഇവിടെ ആർക്കും ഒന്നിനും ഒരു ചിട്ടാവട്ടങ്ങളൊന്നുമില്ല, എന്നാൽ നയന അങ്ങനെയല്ല എന്നൊക്കെ മുത്തശ്ശിയോട് പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശി നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നയനയുടെ അമ്മ, അതായത് കനക, അവിടെ ഇരുന്ന് പച്ചക്കറിയൊക്കെ പാചകം ചെയ്യുന്നത് കാണുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദനം വീടാണ്. അവിടെ നയന രാവിലെ പിന്നെ ആർട്ടിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആ മോളെ, നീ ഇത് വർക്കൊക്കെ ചെയ്തു തുടങ്ങിയ മോൾ ഇവിടെ നിന്നാൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് എനിക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോൾ അങ്ങനെ ഇങ്ങനെ നിൽക്കണമെന്നില്ല എന്നൊക്കെ. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കാഴ്ചയാണ്. അപ്പോൾ പറയുന്നുണ്ട്, വേണ്ട, അങ്ങനെ നിൽക്കരുത്, മോൾ പോകണം, ആദർശ് വിളിച്ചാൽ ഉടനെ പോകണമെന്ന്. അപ്പോൾ നയന പറയുന്നു, വിളിച്ചാലല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ എന്താ ഇതുവരെ വിളിച്ചില്ലേ, മോൾ അങ്ങനെ വാശി പിടിച്ചിരിക്കരുത്, വിളിച്ചില്ലെങ്കിലും മോൾ അനന്തപുരിയിലേക്ക് പോകണം എന്നൊക്കെ ഗോവിന്ദൻ പറയുകയാണ്. എന്നിട്ട് ആഹാരം പാകം ചെയ്യുന്നിടത്ത് നമ്മുടെ ഗോവിന്ദനും നയനയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ചിരിക്കുമ്പോൾ നന്ദു മറ്റേതോ ഒരു ലോകത്താണ്. അപ്പോൾ നന്ദു ഇതൊന്നും അറിയുന്നില്ല. അപ്പം എന്താ നിനക്ക് മോളെ, എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താ ചേച്ചി പറഞ്ഞ് ഞാനൊന്നും കേട്ടില്ല എന്നൊക്കെ. എന്തായാലും നന്ദു പിന്നെ ബോഡി മാത്രം ഉണ്ടോ എന്ന് പറയാൻ മനസ്സൊന്നും അവിടെ ഇല്ല, അങ്ങനത്തെ രീതിയിലിരിക്കുകയാണ്. അപ്പോൾ ഇതവർക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുത്തശ്ശി ചെന്ന് കനകയോട് സംസാരിക്കുകയാണ്. നീ എന്തിനാ കനക, ഇപ്പം നയന ഉള്ളപ്പോൾ നയനയാണ് ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്തത്, പിന്നെ ഇപ്പം നീയാണോ, നയന ഇല്ലാത്തത് കൊണ്ട് നീ എന്തിനാ ഈ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട്, അത് അമ്മേ, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ചെയ്യാൻ, അപ്പോൾ എൻ്റെ മോളില്ലല്ലോ, അപ്പോൾ മോൾക്ക് പകരമായിട്ട് ഞാനെങ്കിലും ചെയ്യണമല്ലോ എന്നൊക്കെ നമ്മുടെ കനക പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നത്, അങ്ങനെ ചെയ്യേണ്ട ആളല്ല, നീ ഞങ്ങളുടെ അതിഥിയാണ്, മാത്രമല്ല ഇവിടുത്തെ 2 മരുമക്കളുടെയും അമ്മയും, അപ്പോൾ പിന്നെ നിനക്ക് ഈ അടുക്കള ജോലി ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മറ്റുള്ള പെണ്ണുങ്ങളും ഉണ്ടല്ലോ, അവരാരും കയറുന്നില്ലല്ലോ, പിന്നെ നിനക്ക് മാത്രം എന്താ എന്ന് പറയും. അപ്പോൾ അമ്മ, എനിക്കതിന് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതിന് പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്കില്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്തായാലും ഇതിൽ വിഷമമുണ്ട്, പരാതിയുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശി തിരിഞ്ഞു പോവുകയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി ചെന്ന് മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇങ്ങനെ നയനയില്ല, അപ്പം പിന്നെ കനകയാണ് അടുക്കള കയറി മൊത്തം ആഹാരമൊക്കെ വെച്ച് വിളമ്പുന്നത്, അപ്പോൾ പിന്നെ അവൾക്ക് ബുദ്ധിമുട്ട്, അവൾ ഇവിടുത്തെ എന്താണെന്നൊക്കെ പറയും. മുത്തശ്ശി കാര്യങ്ങളെല്ലാം ഇങ്ങനെ മുത്തശ്ശനോട് സംസാരിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദേവയാനിയും ജലജയും കൂടി പോകുന്നത് കണ്ടു. പെട്ടെന്ന് മുത്തശ്ശൻ ദേവ എന്ന് വിളിക്കുന്നു. അപ്പം എന്താ വെച്ചാൽ എന്താണെന്ന് ചോദിച്ച് നമ്മുടെ ആദർശിൻ്റെ അമ്മ വരികയാണ്. അപ്പോഴത്തേക്ക് പറയുകയാണ്, കനക എന്ന് പറയുന്നത് ഇവിടുത്തെ അതിഥിയാണ്, മാത്രമല്ല 2 മരുമക്കളുടെ അമ്മയും കൂടിയാണ്, അവരെ അടുക്കളയിൽ കയറ്റി ജോലി ചെയ്യാൻ പാടില്ല, ഇവിടെ നിങ്ങൾക്ക് എന്താ പണി, നിങ്ങൾ ഈ മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന നേരത്തെ നിങ്ങൾക്ക് ആഹാരം പാകം ചെയ്ത് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ദേവ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വേണമെങ്കിൽ ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നത്, അവൾ വേണം ചെയ്യാൻ, അവളെ എന്തിനാ ആഹാരം പാചകം ചെയ്യാൻ അടുക്കള കയറ്റാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ തമ്പുരാട്ടിയെ പോലെ വാഴിക്കാനാണോ, അതോടുകൂടി അവരങ്ങ് പുറത്ത് പോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, പുറത്ത് പോകേണ്ടതും അടിച്ചിറക്കി വിടേണ്ടതും അവരെയല്ല, നിന്നെയാണ്, നിന്നെയും നിൻ്റെ മകനെയാണ് വിടാനുള്ളതെന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട്. അപ്പോഴേക്കും അത് ജലജയ്ക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടായിട്ട് തോന്നുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, സാരമില്ല, ഇപ്പോൾ ഇവിടെ നയന പോയത് അവളെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, അപ്പോൾ അവളുടെ അമ്മ ഇവിടെ പാചകം ചെയ്യണമെന്നില്ല, എന്തായാലും ഞങ്ങൾക്ക് ചെയ്യാനറിയാം, ഞങ്ങൾ ഇന്ന് മുതൽ അടുക്കളയിൽ കയറി എല്ലാ ജോലികളും ഞങ്ങൾ ചെയ്തോളാം, വാ ജലജിയെന്ന് വിളിച്ചും കൊണ്ട് നമ്മുടെ ജലജിയും കൊണ്ട് കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കിച്ചണിൽ നമ്മുടെ കനക നിന്ന് ജോലി ചെയ്യണം. അപ്പോൾ കനകയോട് ചെന്ന് പറയുന്നുണ്ട്, എന്താ രണ്ടാളും കൂടി ഇവിടെയെന്ന് കനക കണ്ട ഉടനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ജോലി ചെയ്തോളാം, നിൻ്റെ മകൾ എന്തായാലും വീട്ടിൽ പോയല്ലോ, അവളിനി അവിടെ തന്നെ പിന്നെ അവിടെ തന്നെ നിൽക്കട്ടെ, അതാ എനിക്കും താല്പര്യം, മാത്രമല്ല പിന്നെ ഇനി കിച്ചണിൽ പിന്നെ വർക്കെല്ലാം ഞങ്ങൾ ചെയ്തോളാം, നീ മാറിക്കോ, നീ ഞങ്ങളുടെ ഇവിടുത്തെ 2 മരുമക്കളുടെ അമ്മയല്ലേ, തമ്പുരാട്ടിയെ പോലെ പോയിരിക്കുന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഇത് രണ്ടും കൂടെ എന്തോ ഒപ്പിച്ചാണല്ലോ വരവ്, എന്തായാലും മാറിക്കൊടുക്കാന്നൊക്കെ മനസ്സ് വിചാരിച്ചിട്ട് പറയുകയാണ്. ജലജയെ നോക്കിയിട്ട് നല്ല കമ്മലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് കനക അങ്ങോട്ട് മാറി നിന്നിട്ട് പിന്നെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ 2 കൂടി പണി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കനക ദേവയാനി പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ പിന്നെ ജലജയോട്, എന്തായാലും 2 കൂടി നമുക്ക് 2 കൂടി പണി ചെയ്താൽ മതി, ഇപ്പോഴത്തേക്ക് ഏതാ ചെയ്യേണ്ടതെന്നൊക്കെ മറന്നുപോയി, ഒത്തിരി കാലമായില്ലേന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നമുക്ക് യൂട്യൂബ് നോക്കിയാൽ ഇപ്പോൾ ഒത്തിരി കറികൾ വയ്ക്കാനും അതിൻ്റെ കൂട്ടൊക്കെ ചേർക്കാനും ഉള്ളതെല്ലാം അതിനകത്തുണ്ട്, അപ്പോൾ അത് നോക്കി നമുക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ പണി ചെയ്യാം, അവർ ഒരു ഭാഗത്ത് ആ കിച്ചണിലേക്ക് ആരും നമ്മളെ കുറ്റം പറയാൻ പാടില്ലാത്ത വിധം നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്യണമെന്നൊക്കെ ദേവയാനിയും പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ
ആദർശയുടെ ഫയൽ അന്വേഷിച്ചിരിക്കുമ്പോൾ ഫയൽ കാണുന്നില്ല. അപ്പോഴത്തേക്ക് ഇത് എവിടെയാണ് വെച്ചത്, എൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം നയനയ്ക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ നയന് ചെന്ന് പിന്നെ എന്താ ചെയ്യേണ്ടത്, അവൾ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നയനയെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നത് എന്താ ആദർശം ഇട്ടാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഒരു ഫയൽ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കബോർഡിൽ ഏറ്റവും താഴെയായിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ആദർശിന് ആ ഫയൽ കിട്ടുന്നുമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആദർശ് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പിന്നെ ഒരു ഡിസൈനർ ആദർശിന് വിശപ്പുണ്ടാകുന്നുണ്ട്. അപ്പോൾ വിശപ്പുണ്ടാകും പറയുന്നുണ്ട് എനിക്ക് വിശക്കുകയാണല്ലോ, ഇന്ന് അവളില്ലാത്തത് കൊണ്ട് അവളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഇങ്ങനെ എടുത്ത് ആരും വെക്കാൻ കാണില്ല. ഇപ്പോൾ ഈയിടെയായിട്ട് അമ്മ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാറുമില്ല എന്ന്. അങ്ങനെ ആദർശന് അതിനെ പഴയ കാര്യങ്ങൾ പോകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിടും, കഴിക്കാതെ പോകുമ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കെട്ടിക്കൊടുത്ത് വിടുന്നതും എല്ലാം നയനയുടെ ആയിട്ടുള്ള കാര്യങ്ങൾ ആദർശം ഓർക്കുന്നുമുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അവരുടെ ഓഫീസിലെ തന്നെ നമ്മുടെ ഡിസൈനർ എത്തുന്നുണ്ട്. ഡിസൈനർ എത്തുമ്പോൾ പറയുന്നുണ്ട് ഏതൊരു കസ്റ്റമർ വരുന്നുണ്ട്, അപ്പം മാഡത്തിൻ്റെ സഹായം കൂടെ വേണമെന്ന്. അപ്പോൾ ആദർശം അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്, എന്താ എപ്പോഴും അവിടുത്തെ സ്റ്റാഫില്ലാത്ത നയനയുടെ സഹായം തന്നെ വേണോ, നിനക്കെന്താ വിചാരിച്ച നീ ഒരു ഡിസൈൻ ഉണ്ടാക്കില്ലേ എന്നൊക്കെ ഈ നമ്മുടെ സ്റ്റാഫിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫ് പറയുന്നുണ്ട് അതെല്ലാം ഞാൻ ഒരു പുതുമയായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ കനക ചെന്ന് നേരെ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ദേവയാനിയും ജലജയും കൂടി പാചകം ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയും എന്തെങ്കിലും എൻ്റെ സഹായം വേണോ, നിൻ്റെ ഒരു സഹായം വേണ്ട, നീ ഒന്ന് പോയി തന്നാൽ മതി, നീ മാത്രമല്ല നിൻ്റെ മോളും അവളും എന്നോട് ചോദിക്കാതെയല്ലേ പോയത്, ഇനി അവൾ തിരിച്ച് വരരുതെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാണ് നമ്മുടെ ഈ ഭാഗം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് കാണണം, എൻ്റെ ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക്